ലോകത്താദ്യമായി മനുഷ്യൻ നട്ട തേക്കുമരങ്ങൾ ലേലത്തിന്. നൂറ്റാണ്ട് പഴക്കമുള്ള നിലമ്പൂർ തേക്ക് തടികൾ ലേലത്തിനൊരുങ്ങി. അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിലാണ് ലേലം നടക്കുക. ലേലത്തിലൂടെ കോടികളുടെ വരുമാനമാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. 318 ഘനമീറ്റർ തേക്ക് തടികൾ ലേലത്തിനായി എത്തിച്ചിട്ടുണ്ട്. നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ ഈ മാസം 30-നും ഫെബ്രുവരി 3-നുമായാണ് തേക്ക് തടികളുടെ ലേലം നടക്കുക. കോടികൾ വരുമാനം പ്രതീക്ഷിക്കുന്ന തേക്ക് തടികളാണ് ലേലത്തിനൊരുക്കിയിരിക്കുന്നത്. ഈ ലേലങ്ങളിലൂടെ 318 ഘനമീറ്റർ തേക്ക് തടികൾ വിൽപ്പനയ്ക്കായി അരുവാക്കോട്ടെ സെൻട്രൽ ഡിപ്പോയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ബി കയറ്റുമതി ഇനത്തിൽപ്പെട്ട 5 കഷ്ണങ്ങളാണുള്ളത്. 7 മീറ്ററിൽ കൂടുതൽ നീളവും 185 സെന്റിമീറ്റർ വണ്ണവുമുള്ള ഈ തേക്ക് തടികൾക്ക് പൊന്നും വിലയാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഘനമീറ്ററിന് 4 ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ വിലയുടെ 26.5% നികുതിയും ലഭിക്കും. ഘനമീറ്ററിന് 3 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്ന 21 ഘനമീറ്റർ തേക്ക് തടികളും ലേലത്തിലുണ്ട്. ഇതിന്റെ ലേലം നമ്മൾ 30-ാം തീയതി ജനുവരി 30 തൊട്ട് തുടങ്ങുന്നതാണ്. ഫസ്റ്റ് സെക്ഷൻ ഏകദേശം 120 മീറ്ററോളം ക്യൂബിക് മീറ്ററോളം 30-ാം തീയതി ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 3-നും ലേലമുണ്ട്. അതിലും ഇതിന്റെ ഏകദേശം 100 മീറ്ററോളം മരങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെയും ബാക്കി വരുന്ന തടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ലേലത്തിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാ ക്ലാസ്സിൽപ്പെട്ട തടികളും B1, B എക്സ്പോർട്ട്, B2, B3, അതുപോലെ സി എക്സ്പോർട്ട്, C2, C1 എന്നുള്ള എല്ലാ ക്ലാസ്സിൽപ്പെട്ട തടികളും ലഭ്യമാണ്. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നൂറ്റാണ്ടിന്റെ നിറവിൽ 95 വർഷം പഴക്കമുള്ള നിലമ്പൂർ തേക്കുകളുടെ വൻ ശേഖരം ലേലത്തിൽ വെക്കുന്നത്. 10 കോടിയോളം രൂപ 318 ഘനമീറ്റർ തേക്ക് തടികളുടെ ലേലത്തിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തും. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് 1930-ൽ വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്തിൽ തേക്ക് പ്ലാന്റേഷൻ ഒരുക്കുകയായിരുന്നു. മലയാളിയായിരുന്ന ഫോറസ്റ്റ് കൺസർവേറ്റർ ചാത്തുമേനോന്റെ നേതൃത്വത്തിലായിരുന്നു തോട്ടമൊരുക്കിയത്. സ്വർണ്ണ നിറമുള്ള നിലമ്പൂർ തേക്ക് കപ്പൽ നിർമ്മാണത്തിനാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരുന്നത്. കേരള വിഷൻ, നിലമ്പൂർ.